സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കണേന്ന് ഇപ്പോൾ കാണിച്ചു തരാവേ. ഇഡ്ഡലി ഉണ്ടാക്കണം എന്നുള്ള അമ്മയുടെ ആഗ്രഹവും പല യൂട്യൂബ് വീഡിയോസിൽ നിന്നുള്ള അറിവും വെച്ചുകൊണ്ട് അമ്മ ഇഡ്ഡലിക്ക് രണ്ടും കൽപ്പിച്ചങ്ങ് അടിച്ചു വെച്ചു. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ ഇഡ്ഡലി മാവ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട്, നന്നായിട്ട് ഫെർമെൻറ്റൈസ് ആയിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് സന്തോഷമായി. നല്ല ഇഡ്ഡലി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇഡ്ഡലി മേക്കിംഗ് പ്രോസസ്സിലേക്ക് പോകാം. അടുപ്പ് ക്ലീൻ ആക്കുക എന്നുള്ള ഫസ്റ്റ് പ്രോസസ്സ് ചെയ്തു. ചാരൊക്കെ വാരി അതിനുശേഷം തീയിട്ടു. അടുപ്പ് കത്താനായിട്ട് പഴയ എണ്ണ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. മീനൊക്കെ വറുത്തിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പഴയ തട്ടുണ്ടായിരുന്ന എടുത്ത് അടിച്ച് പരത്തി ഷേപ്പാക്കി എടുത്തു. അമ്മ കണ്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ബട്ടർ തേച്ചാണ് തട്ടിൽ നമ്മൾ മാവ് ഒഴിച്ചത്. പിന്നെ തട്ടിലേക്ക് പതിയെ മാവ് പകർത്തി തുടങ്ങി. അത് കാണുന്നത് തന്നെ ഭയങ്കര ഹീലിംഗ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നത് കാണാനായിട്ട്. അതിനുശേഷം തട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചു. അടച്ച് സേഫാക്കി തീ സെറ്റ് ചെയ്ത് വെച്ചു. ഒരു 30 മിനിറ്റ് ആയില്ല, ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇഡ്ഡലി സെറ്റായെന്ന് തോന്നി. എടുത്തു. സൂപ്പർ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. നല്ല പൂ പോലത്തെ ഇഡ്ഡലി. അമ്മ ഈസ് ടു ഹാപ്പി ആൻഡ് മീ ടു. വീഡിയോയിൽ പറഞ്ഞ പോലെ ബട്ടറിൻ്റെ ഗുണമൊന്നും കിട്ടിയില്ല. ഇഡ്ഡലി വിട്ടു വരാനായിട്ട് കുറച്ച് പാടൊക്കെ ആയിരുന്നു. എന്താണേലും സൂപ്പർ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി.